തെക്കൻ തിരുവിതാംകൂറിൽ രൂപം കൊണ്ട വിൽപ്പാട്ട് എന്ന നാടോടി കലാരൂപം ഒരു കാലത്ത് സംസ്ഥാനത്തും തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിലും ഏറെ പ്രിയങ്കരമായിരുന്നു. വില്ലുപാട്ട്, വില്ലടിച്ചാൻ പാട്ട്, വില്ലടി, വില്ലുകൊട്ടിപ്പാട്ട് തുടങ്ങി പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. അനുഷ്ഠാന കലയായി രൂപം കൊണ്ട വിൽപ്പാട്ട് കാലഘട്ടത്തിനനുസൃതമായി ചില പരിഷ്കാരങ്ങൾക്ക് വിധേയമായി വിൽ കലാമേള എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ജനകീയ കലാരൂപം എന്ന നിലയിൽ സംസ്ഥാനത്തെ മിക്ക ക്ഷേത്രങ്ങളിലും ഇത് ഉത്സവകാലത്ത് അവതരിപ്പിക്കപ്പെട്ടു വന്നിരുന്നു. എന്നാൽ ദക്ഷിണ കേരളത്തിൽ വിൽപ്പാട്ടിന്റെ പ്രാധാന്യം കാലം ചെല്ലുന്തോറും കുറഞ്ഞു വരികയാണ്. ആധുനിക ജനപ്രിയ കലാരൂപങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് വ്യത്യസ്തമായ ഭാവവും രൂപവും പുലർത്തുന്ന വിൽപ്പാട്ടും കലാകാരന്മാരുടെ വേഷവും കൗതുകകരമാണ്. തെക്കൻ തിരുവിതാംകൂറിലെ യക്ഷിയമ്പലങ്ങളിലും മാടൻ തറകളിലും ദേവതകളുടെ പുരാവൃത്തം അനുഷ്ഠാനമായി ചൊല്ലുന്ന പതിവുണ്ടായിരുന്നു. അതിൽ നിന്നാണ് വിൽപ്പാട്ട് രൂപപ്പെട്ടത്. കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലെ മാരിയമ്മൻ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും വിൽപ്പാട്ട് സജീവമാണ്. വില്ല്, വീശുകോൽ, ഉടുക്ക്, കുടം, ജാലർ എന്നീ വാദ്യോപകരണങ്ങളാണ് പരമ്പരാഗതമായി വിൽപ്പാട്ടിൽ ഉപയോഗിച്ചു വരുന്നത്. പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഇതിലുമുണ്ട്. താളക്കട്ടകളാണ് ചിലയിടത്ത് അധികമായി വരിക. അതിർത്തി ഗ്രാമങ്ങളിൽ മാരിയമ്മൻ, കറുപ്പസ്വാമി തുടങ്ങിയ ദൈവങ്ങളുടെ കഥകളാണ് പാട്ടിന് വിഷയമാവുക. വില്ലാശാൻ, ഉടുക്കാശാൻ, കുടതാവു ആശാൻ, കൈമണി ആശാൻ തുടങ്ങിയ പേരുകളിലാണ് കലാകാരന്മാർ അറിയപ്പെടുന്നത്. ഇന്നും പലയിടങ്ങളിലും വിൽപ്പാട്ടിന് ആസ്വാദകരുണ്ട്. പക്ഷേ മിമിക്രി, ഗാനമേള തുടങ്ങിയ ആധുനിക ജനപ്രിയ കലാരൂപങ്ങൾ വേദി കൈയടക്കുമ്പോൾ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളുടെ കൂട്ടത്തിലാണ് വിൽപ്പാട്ടിന്റെ സ്ഥാനം. ന്യൂസ് ബ്യൂറോ, തെന്മല.